കോട്ട് കൊണ്ടുപോവാ ചിലപ്പോൾ മഴ മുട്ടാള പോയി. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം അങ്ങനെ ജംഷിയാക്ക് പോയി. അവിടെ ചായയുടെയും കാര്യങ്ങളൊക്കെ പോലെ അങ്ങനെ പോയി. പിന്നെ എന്നും വീട്ടിലത്തെ വിശേഷങ്ങൾ ഞാൻ കണ്ട് വെറുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലാതെ പുറത്ത് പോകുമ്പോൾ പുറത്തത്തെ വിശേഷങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ രാത്രിയൊക്കെ പോക്ക്, അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല, ചിലപ്പോൾ മഴയായിരിക്കും. പിന്നെ അതാണ് ഞാൻ രാത്രി പോകണമെന്നും കാര്യമായിട്ട് എടുക്കാത്തത്. പുറത്ത് പോക്കുണ്ട്, കാര്യമായിട്ട് ഒന്നരട്ടിട്ടൊക്കെ പോക്കുണ്ട്. ഈ വർക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ പോക്കുണ്ട്. ഇന്നെന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട്. പിന്നെ ഉച്ചാകുമ്പോഴേക്കുള്ള ചോറും കൂട്ടാനും നോക്കിയാൽ മതി. എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് നോക്കണം. രാത്രി ഞങ്ങൾക്ക് കല്യാണം ഉണ്ടെന്ന്, അപ്പം അതിന് പോകണം. പിന്നെ നാളെ ഞങ്ങൾ സ്ഥലത്തേക്ക് പോകാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. ഞാനും മക്കളുള്ളൂ, ജംഷിയാക്കില്ല. സ്ഥലം എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ വൈകി പറയാം. വീഡിയോയിൽ കാട്ടിത്തരാം, എല്ലാം വിശദമാക്കി തരാം. പിന്നെ വേറെന്താ, അതൊക്കെ തന്നെ. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് പോവുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഓരോ പണികളെ മക്കൾ നീച്ചുമ്പോൾ എടുക്കട്ടെ. ഇസാപ്പ് നീച്ചാലാണ്, അഞ്ച് നീച്ചാൽ യാതൊരു പ്രശ്നമല്ല, ഓൻ അങ്ങനെ ഓൻ്റെ ഇതിൽ പോകും. പക്ഷേ ഇസാപ്പ് നീച്ച അങ്ങനെയില്ല. ഇസാപ്പ് നീച്ച ഓനായിട്ട് ഓൻ്റെ പിന്നാലെ അങ്ങനെ നിൽക്കണം. ഓനിപ്പോൾ 2.5 വയസ്സാണ്. ഓൻ്റെ പ്രായമാണത്, 2.5 വയസ്സ്. ഓൻ്റെ ഇതിലങ്ങനെ ചെയ്യുന്നതാണ്. എന്തായാലും രാവിലത്തെ വിശേഷം കൂടി അങ്ങനെ പോട്ടെ. അപ്പോൾ ഇതാ പുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജംഷിയാക്കൊണ്ട് ചാടി കഴിഞ്ഞ പോലെ അങ്ങനെ പോയി. ഞങ്ങൾക്കില്ലേ ഉണ്ടാക്കണം. പിന്നെ ഉച്ചാകുമ്പോഴേക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാമല്ലോ ഇത്. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് നിന്നു. അപ്പോൾ അങ്ങനെ അടുപ്പന്നെ കത്തിച്ചു തുടങ്ങി. അടുപ്പ് ലേശം ചോറാണെങ്കിൽ അടുപ്പന്നെ കത്തിക്കാലെഴുതി. പിന്നെ ചകിരിപ്പൊടി എടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഈ സാധനം കണ്ടത്. ഇതുകൊണ്ട് അണ്ടിപ്പുട്ടും അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കും. ഇത് അതിൻ്റെ ഈ പറങ്കിയ അണ്ടി എടുത്തിട്ട് അവിടെ ഉണ്ടാക്കാമല്ലോ എഴുതിയിട്ട്. അപ്പോൾ പഴുത്തപ്പോൾ ഞാൻ പൊട്ടിച്ചതാണ്. അത് ഞങ്ങളതല്ല, അമ്മോൻ്റെയാണ്. അമ്മോന് പഴുത്തെടുത്തോളം ഉണ്ട് പറഞ്ഞാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ്. പിന്നെ ചെറിയ അമ്മോൻ്റെ ഫാമാണത്, കോഴി ഫാമാണ്. അത് പിന്നെ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ പള്ളി, പിന്നെ ആ കാണുന്നത് അംഗൻവാടി. അത് അംഗൻവാടിയാണ്. ഫുള്ളൊരു ഇവിടെ പകലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വലിയ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചകിരിപ്പൊടി എടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് ചുറ്റും കാട്ടി തന്നത്. അപ്പോൾ ഞാൻ ചകിരിപ്പൊടി ഇട്ടിട്ടോ അടുപ്പിക്ക്. പിന്നെ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയപ്പോൾ അങ്ങനെ ഈ കുടിയേക്ക് പോയി. അടിച്ചിലും തുറക്കലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദിവസം കുടിയേക്ക് പോയി. ഞാൻ ഒന്ന് പോയി പോരും, അവിടെ നിൽക്കൊന്നുമില്ല. ഒന്ന് രാവിലെ വൈകുന്നേരമൊക്കെ ആയിട്ട് പോയി പോരും. അപ്പോൾ മക്കളവിടെ നിന്ന് കൊണ്ടാക്കി പോരും വേണം. എനിക്ക് അലനല്ലൂർ പോകേണ്ട ആവശ്യമുണ്ട്. ജംഷിയാക്ക് വരട്ടെ എഴുതി നിൽക്കുകയാണ്. ജംഷിയാക്ക് വന്നിട്ട് പോകാൻ എഴുതിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഓല കൊണ്ടാക്കി പോകുന്ന വരട്ടെ എഴുതി അങ്ങനെ പോയതാണ്. ഇതാ അലനല്ലൂർ പോവാതെ എഴുതി റെഡി ആയി നിന്നെയാണ്. ജംഷിയാക്ക് വിളിച്ചു, ഞാൻ നേരം വൈകിട്ട് എത്തുക, അജ് വേഗം പോയിക്കോ, സാധനങ്ങൾ വാങ്ങിക്കോ. കാരണം ഇന്ന് വൈകുന്നേരം കൊടുക്കേണ്ട സാധനമാണ്. അപ്പോൾ ഇന്ന് തന്നെ കൊടുക്കേണ്ടതാവുമ്പോൾ സാധനങ്ങൾ കൊടുന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ വേണ്ടേ. അപ്പോൾ ഞാനൊന്ന് പോകാതെ എഴുതി. ജംഷിയാക്ക് പോയിക്കോന്നപ്പോൾ എന്നാൽ ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. ആവേശത്തോടെ ഞാൻ പോയിക്കോളാന്ന് ഞാൻ തന്നെ പറഞ്ഞത്. മക്കളപ്പോൾ വേഗം കുടിയിലൊക്കെ ഉണ്ടാക്കി. അന്ന് പോയപ്പോൾ കുടിയിൽ 2 ആളെ ഏൽപ്പിച്ചു ഉമ്മാനടുത്ത്. 2 ആളെ ഓലെ കാണാതെ ഞാൻ വേഗം മണ്ടും ചെയ്തു. അവിടുന്ന് ഇവിടെ വന്ന് ഞാൻ കുളിയും ചോറയും കഴിഞ്ഞ് മാറ്റിയപ്പോൾ നല്ല കാറ്റും മഴയും വരുന്നുണ്ട്. ഇടിയൊക്കെ പൊട്ടലും നല്ല കാറ്റ്, പെരും കാറ്റും നല്ല മഴയും വരുന്നുണ്ട്. മഴ പെയ്തിട്ടില്ല, പക്ഷെ നല്ല മഴക്കാറും മൂടി നല്ല വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇനി ബസ്സിന് പോയാൽ ശരിയാവില്ല.
അപ്പം ഞാൻ അപ്പോൾ ജംഷിയാക്കൊന്ന് വിളിച്ചിട്ട് ഓല് എടുക്കണില്ല. ഓല് പോരുകയാണോ എന്താണെന്നറിയില്ല. ഒന്നും കൂടി അടിച്ചോക്കട്ടെ. കാരണം ഇപ്പം തന്നെ സമയം 3 മണിയൊക്കെ ആവാനായി. 2:30 കഴിഞ്ഞു. കൊടുന്ന് സാധനം സെറ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ അവിടെ വീട്ടിലെത്തിച്ചു കൊടുക്കണം കസ്റ്റമറിൻ്റെ. എൻ്റെ ഒരു ഫ്രണ്ട് തന്ന വർക്ക് തന്നെയാണ്. ഫ്രണ്ട് ഒരു ട്വിൻസാണ്. അപ്പോൾ ഓളെ അനിയത്തിൻ്റെ മക്കൾക്ക് ഏൽപ്പിച്ചതാണ് സർപ്രൈസായി കൊടുക്കാൻ. അനിയത്തി ഒന്നും പറഞ്ഞിട്ടില്ല. ഓളെ മക്കൾക്ക് ഓക്കൊരു സർപ്രൈസ് കൊടുക്കാതെ പറഞ്ഞിട്ട് അങ്ങനെ നെയ്സിരിപ്പും അതിക്കിட்ட സ്കൂൾ ഐറ്റംസുകളൊക്കെ കുറച്ച് വാങ്ങിയിട്ട് സെറ്റായി കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ജംസിയൊക്കെ വരട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൊള്ളാൻ വരുവോളം ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. നല്ല ഇടിയൊക്കെ വരുന്നുണ്ട്. ഇതാണ് അവസ്ഥ പുറത്തത്. നല്ല മഴക്കാറ് മൂടിയിരിക്കണം. ജംസിയക്ക് എത്താൻ നേരം വൈകുന്നാണ് വീണ്ടും വിളിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം ബസ്സിന് പോയിക്കോളാറുന്നു. പിന്നെ കൊണ്ടുവരാൻ വന്നാൽ മതി, സാധനങ്ങളൊക്കെ വാങ്ങി ബസ്സിന് പോരാൻ ബുദ്ധിമുട്ടാക്കണം. അപ്പോൾ കൊണ്ടുവരാൻ വന്നാൽ മതിയാണിപ്പോൾ ഞാനങ്ങനെ ബസ്സിന് പോന്നു. അപ്പോൾ കയ്യിൽ കൊട എടുത്തിരുന്നില്ല. ഇടിയൊക്കെ ഇങ്ങനെ പൊട്ടണമുണ്ട്. ആലനല്ലൂർ എത്തിയപ്പോൾ പെരും മഴ ചെയ്തു. നല്ല മഴ വെച്ചാലും പോരാ. അവിടെ നിൽക്കാം. ബസ് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ. എന്തായാലും അവിടുന്ന് വേഗം വില കുറച്ച് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോന്നു. സാധനങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ജംസിയൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ വന്നു തന്നെ. അപ്പോൾ പിന്നെ ഞാൻ എളുപ്പം പോന്നു. അപ്പോൾ ജംസിയൊക്കെ ഓരോന്ന് എന്നോട് പറയായിരുന്നു. കാറ്റും മഴ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് സാധനം ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ചോർച്ചയുണ്ട്. അത് ഒരു ജംസിയൊക്കെ കയറിയിട്ടുണ്ടാവും. മഴയൊന്നും കൊള്ളാതെ കടകളിലൊക്കെ കയറി അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സ്കൂൾ ഐറ്റംസാണ് വാങ്ങിക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട് അനിയത്തിൻ്റെ കുട്ടിക്കും കൊടുക്കുന്നതാണ്. ഓല് ഏൽപ്പിച്ചിരിക്കുന്നത് നെയ്സിലിപ്പ്, പിന്നെ ഡ്രോയിങ് ബുക്ക്, പെൻസില്, പെന്ന്, പിന്നെ ബോക്സുകൾ, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ്. ഒരു ബോക്സായി സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഓളെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ എഴുതിയിരിക്കുന്നത്. ഫ്രണ്ട് പറഞ്ഞിട്ട് കോട്ടപ്പുള്ള കടയിൽ ഏൽപ്പിച്ചാനാണ്. ഓല് ഏൽപ്പിച്ചിരിക്കുന്നത് നെയ്സിലിപ്പ്, പിന്നെ ഡ്രോയിങ് ബുക്ക്, പെൻസില്, പെന്ന്, പിന്നെ ബോക്സുകൾ, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ്. ഒരു ബോക്സായി സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഓളെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ എഴുതിയിരിക്കുന്നത്. ഫ്രണ്ട് പറഞ്ഞിട്ട് കോട്ടപ്പുള്ള കടയിൽ ഏൽപ്പിച്ചാനാണ്. അപ്പോൾ ഫ്രണ്ടിന് ഒരു സർപ്രൈസ് ആവട്ടെ, ഓളെ അനിയത്തിക്കൊരു സർപ്രൈസ് ആവട്ടെ. രണ്ടാളും ഒപ്പം പഠിച്ചു തന്നെ. രണ്ടാമത്തെ സർപ്രൈസ് ആവട്ടെ. ഇത് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഏതായാലും. പിന്നെ സാധനം ഇതൊറ്റക്കല്ല, അപ്പുറത്തും വേറെ കുറേ കുട്ടിക്ക് കളിച്ചേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെപ്പാടെ ഞാൻ ഇപ്പോൾ ഒക്കെ ആക്കാലൊക്കെ എഴുതി. അപ്പോൾ മഴ പറ്റിച്ചത്. പിന്നെ ഒന്നും കഴിഞ്ഞില്ല. ഇതാ സാധനമൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ കൊണ്ടുപോയി കൊടുക്കട്ടെ. നല്ല മഴയുണ്ട് പുറത്ത്. മഴ പെയ്ത് ചീപ്പായി. അപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോണത്. നല്ല മഴയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളിത് കൊണ്ടുപോയി കൊടുത്ത് വരട്ടെ. മഴയാണ്. ഇങ്ങനെയൊക്കെ എന്തായാലും ഇത് നടക്കാതെ അവിടെ എത്തിച്ചണം. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ടാസ്ക്. ഇത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് വരാം. അപ്പം ഞങ്ങളിതാ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുത്തു വന്നു. പിന്നെ എന്നേ വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, ഫോട്ടോ എടുക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇത് കണ്ടില്ലല്ലോ ഞങ്ങൾക്ക് പെരുമഴടാ. ഒരു മഴ. ഞങ്ങൾ കോട്ടൊക്കെ എടുത്ത് പോയി. എന്തായാലും അതൊക്കെ പോന്നു. ഇനി ഞങ്ങൾ കല്യാണം ഉണ്ട്. കല്യാണത്തിന് ഇന്നത്തെ സമയം ആയിക്കണു. വേഗം റെഡി ആവട്ടെ. കറണ്ടും ഇല്ല, ഒന്നുമില്ല. ഞാൻ കല്യാണത്തിന് നോക്കട്ടെ ഇനി ഏതായാലും. ഹലോ, ഇന്നത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് പോണിതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പെരും മഴയായിരുന്നു. പിന്നെ കുട്ടികളായിട്ട് മഴയത്ത് പോകുമ്പോൾ വീഡിയോസൊന്നും നടക്കൂല. ഫോൺ എടുക്കാനും കോലം ഉണ്ടാവില്ല. പിന്നെ താത്താടെ കുട്ടി ഉണ്ടായിരുന്നു വണ്ടിമ്മേ. ഞങ്ങളെല്ലാവരും പാടെ അങ്ങനെ പോയി. ഏതായാലും കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഏകദേശം കല്യാണം ഇങ്ങനെ പിരിഞ്ഞ് പോകാനായിക്കണു. കഴിയാനായിരുന്നു ടൈമൊക്കെ. ഏകദേശം 7 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങളിഞ്ഞ് ഇവിടുന്ന് പോയിക്കണത്. ഇന്നലെ വല്ലാത്തൊരു ദിവസമായിരുന്നു. തിരക്ക് പിടിച്ച ദിവസവും മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതായി ഇജാപ്പ് നീച്ചിക്കണു. ഓൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പണി ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നലെ വർക്ക് ചെയ്തൊക്കെ ഇവിടെ പരത്തിയിട്ടൊക്കെയാണ്. അതൊന്നും നേരാക്കിയിട്ടില്ല. അപ്പം ഇനി നേരാക്കി എടുക്കണം. പിന്നെ വേറെ എന്താ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ടേബിൾ ഇങ്ങനെ സിറ്റ് ഔട്ട് കട്ടിത്തരാം. സിറ്റ് ഔട്ടിൻ്റെ അവസ്ഥ ഇതാണ്. ഇതൊക്കെ ഒന്ന് നേരായി കിട്ടണം. കണ്ടില്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നേരായി എടുക്കണം. പിന്നെ ചില കസ്റ്റമർ വരെ നിങ്ങൾക്ക് ഇപ്പം നമ്മളൊരു ഹാമ്പറിനാണെങ്കിൽ ഇതിനാണെങ്കിൽ റേറ്റ് പറഞ്ഞാൽ നമ്മൾ അതിന് കൂട്ടി റേറ്റ് ഏകദേശം പറഞ്ഞു കൊടുക്കും. ഏകദേശം റേറ്റാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഓലെ വിചാരം എന്താ, നിങ്ങൾക്ക് കടയിൽ പോയി ഒരു പെട്ടിയിൽ വാങ്ങിയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനാണോ ഇത്ര എമൗണ്ട് എന്ന് വരും. പക്ഷെ നമ്മൾ പോണീനില്ല, നമ്മൾ ഈ പണിയെടുക്കണീന് അതൊന്നും ഓല് കണക്ക് കൂട്ടില്ല. നമുക്കിത് പോയി വാങ്ങിയിട്ട് പെട്ടി വാങ്ങി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഇതുള്ളൂ. അതിൽ കൊന്നിട്ട് കടയിൽ നിന്ന് തന്നെ ഒക്കെ ഇട്ടുങ്ങാണ്ട് ഏറിൻ്റെ പണിയുള്ളല്ലോ, അതിന് ഇത്ര പൈസ നിങ്ങൾ വാങ്ങണമെന്ന്. സാധനത്തിന് എന്താ പൈസ വരുന്നത് നോക്കൂല. നമ്മൾ പണിയെടുക്കണത്, നമ്മൾ കൊണ്ടേ കൊടുക്കണത് അതൊന്നും നോക്കൂല. എല്ലാ കസ്റ്റമറും ഇല്ല, ചിലവർ. ഇപ്പം ഇന്നലെയൊക്കെ എൻ്റെ ഫ്രണ്ടായിരുന്നു, യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. ഓള് എന്നോട് റിസ്ക് എടുക്കണ്ട, മയത്ത് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വന്ന വർക്കിനെ കുറിച്ച് എനിക്കറിയില്ലേ. എനിക്ക് എൻ്റെ വർക്ക് നേരങ്ങളെ ക്ലിയർ ആയി ഇനി കിട്ടണമെങ്കിൽ എനിക്ക് നേരെ കൊടുത്താലുള്ളൂ. പിന്നെ എനിക്ക് വേറെ വർക്കുകൾ വരുള്ളൂ. ഇന്നലെ മഴയല്ല, നല്ല ഇടിയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ജംഷാപ്പിന് കൊണ്ടുവരാൻ വന്നു. അവൾക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കേണ്ട നേരത്ത് പെരും മഴ. ആ മഴയത്ത് ഞാൻ അവളെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഓൾ ഞാൻ ആദ്യം ചീത്ത വന്നത്. എന്തിനാ ഈ മഴയത്തിൽ പോകുന്നു വെച്ചിട്ട് ഓളിനെ കണ്ട അന്തം വിട്ടപ്പോൾ. അതാണ് നമ്മൾ ടൈമിങ്ങിന് ഒരു പറഞ്ഞ ടൈമിൽ നമുക്ക് എത്തിച്ചു കൊടുക്കല്ലേ നമ്മളെ ഇത്. ചില കസ്റ്റമർ എന്താ, ഇന്നലെ ഞാൻ അതുകൊണ്ട് ചെന്നപ്പോൾ ഇന്നോട് ഇങ്ങനെ പെട്ടെന്ന് ഓൾ അന്തം മുട്ടു. എവിടുന്ന അപ്പം ഇത് ഓക്കെ എങ്ങനെ ഇത് കിട്ടിയെന്നില്ലേ യാതൊരു കൊടുത്തില്ല. ആരാ ഇത് ഏൽപ്പിച്ചു? കാരണം ഒരു ആനിവേഴ്സറിയോ അതോ അല്ലെങ്കിൽ വല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടേണ്ട യാതൊരു പരിപാടിയും ഒക്കെ ഇല്ല. ഇന്നലെ പെട്ടെന്ന് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഓളഞ്ഞ അന്തം മുട്ടു നല്ലോണം. ഇങ്ങനെ വന്നതാ അത്, എവിടുന്ന അപ്പം ഇത് ആരയച്ചു? ഓള് പിന്നെയോളെ ആലോചിച്ചത് ഓളെ ഹസ്ബൻഡും അല്ലെങ്കിൽ ഓളെ ആങ്ങളെയാണ്. ഓളെ ഏട്ടത്തി അയച്ചതാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഓളാണ് പറഞ്ഞപ്പോൾ ഓളഞ്ഞ ആകെ ഷോക്കായി. എന്തായാലും ഇന്നത്തെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ഓളെ റിയാക്ഷൻ വീഡിയോ. പിന്നെ വേറെ എന്താ, അതൊക്കെ തന്നെ ഉള്ളു വിശേഷങ്ങൾ. ഇനി അജമോ നീച്ചിട്ടില്ല. ഇതപ്പോൾ പിന്നെ നേരത്തെ കാലത്ത് നീച്ചതുകൊണ്ടേ എന്തായാലും ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ കാട്ടിത്തരാം. എനിക്ക് കുറേ വർക്കുകൾ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ കഴിയണില്ല. ഒക്കെ വൈകുന്നേരം ഉച്ചക്കൊക്കെ ടൈമിൽ വരുന്നതാണ്. ഇന്ന ടൈമിൽ ഇത്ര ആകുമ്പോൾ കൊണ്ടേ കൊടുക്കുമോ വെച്ചാൽ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എത്തിക്കൊണ്ട ഒരു വർക്കുകളൊക്കെ വരിക. അപ്പോൾ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇഷ്ടാവും. പിന്നെ കൊണ്ടേ കൊടുക്കുമ്പോൾ രാത്രി അങ്ങനെ ടൈമാവും. ഫോട്ടോ എടുക്കാനും കഴിയില്ല, വീഡിയോ എടുക്കാനും കഴിയില്ല, വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല. അങ്ങനത്തെ എപ്പോഴും ഉള്ള ബുദ്ധിമുട്ടാണ് എനിക്കത്. ഒന്നില്ലെങ്കിൽ ഫോട്ടോ കിട്ടൂല, അല്ലെങ്കിൽ വീഡിയോ കിട്ടൂല, അല്ലെങ്കിൽ രണ്ടിനും പറ്റൂല. ഇപ്പം ഇന്നലെയൊക്കെ വീഡിയോ എടുക്കണേനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇന്നലെ പോകുമ്പോൾ പെരുമായ ഇഷ്ടമായിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ഇന്നലെയൊക്കെ പെരുമായ മഴയത്ത് വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. ആ ഒരു ബുദ്ധിമുട്ടിച്ച് നല്ലോണം ഉണ്ടായിരുന്നു. അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. ഞാനത് ഓളോട് പറഞ്ഞിരിക്കണത് എനിക്ക് ഫോട്ടോകളൊക്കെ ഒന്ന് എടുത്ത് വിട്ടുതരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. പിന്നെ വേറെന്താ, എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.